ഹലോ വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ ഇത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2ന്റെ സെക്ഷൻസ് കാണുക കേട്ടോ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന ട്രിക്സ്, ഓരോ 4 ടൈപ്പ് നമ്മൾ പഠിച്ചു അല്ലേ. 4 ഫോമിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനും സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഡേറ്റ കമ്പാരിസൺ ആണ്. അതായത് എക്സ് വൈ സോൾവ് ചെയ്തതിനു ശേഷം എക്സ് ലെസ് ദാൻ വൈ ആണോ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ, അങ്ങനെ ഒരു അതായത് എക്സാം മോഡൽ, ക്വസ്റ്റിന്റെ മോഡലാണ് നമുക്ക് ഇത് ചെയ്യാനുള്ളത്. അപ്പൊ നോക്കാം, ക്വസ്റ്റിന്റെ മോഡൽ നോക്കാം. ഇങ്ങനെയായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടു ഇക്വേഷൻസ് നമ്പർ 1 and 2 ആർ ഗിവൺ. രണ്ട് ഇക്വേഷൻസ് തന്നിരിക്കും. നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിരിക്കും, ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം. You have to solve both questions and give the answer. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ആൻസറിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം. അതായത് ഓപ്ഷൻ എ പറഞ്ഞേക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, ഓപ്ഷൻ സി എക്സ് ലെസ് ദാൻ വൈ, ഓപ്ഷൻ ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, ഓപ്ഷൻ ഇ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ ഓർ ദ റിലേഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ്. അങ്ങനെ ഒരു റിലേഷൻ പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, ഓപ്ഷൻ ഇ ആണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ അറിയാം, ജസ്റ്റ് ഒരു കമ്പാരിസണും കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻ വേണം സോൾവ് ചെയ്യാനായിട്ട്, എന്നിട്ട് ഡേറ്റ കമ്പയർ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തേ. ആദ്യം എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേ. എക്സ് എത്ര കിട്ടും, വൈ എത്ര കിട്ടും എന്ന് നോക്കേ. എങ്ങനെയാ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ഈ കോൺസ്റ്റന്റും കൂടെ ചേർത്താണ് എടുക്കുന്നത്. 20 into 1. അതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സം 9 കിട്ടുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 4 into 5 എടുക്കാം, കാരണം 4 plus 5 9 ആണ്. എക്സിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്റ്റാർട്ട് ചെയ്തത്, സോ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തന്നെ എൻഡ് ചെയ്യണം. സോ 4/20 5/20. ഇനി സൈൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും സെയിം സൈൻ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ടും മൈനസ് സൈൻ. നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ പ്ലസ് ആയെങ്കിൽ മീനിങ് സെയിം സൈൻ ആണെന്നാണ്. ഒന്നുകിൽ രണ്ട് സൊല്യൂഷൻസും പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻസും മൈനസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കണം, ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻസ് എല്ലാം എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. സോ -4/20 -5/20. സോ ആൻസർ എത്ര വരും, -1/5 ഉം -1/4 ഉം വരും. -1/5 ഉം വരും, -1/4 ഉം വരും. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അതുപോലെ y ഒന്ന് സോൾവ് ചെയ്തേ. y സോൾവ് ചെയ്യാൻ നേരത്ത് ഇവിടെ കോഎഫിഷ്യന്റ് 30 ആണ്, ഇവിടെ 1 ആണ്. സോ 30 into 1 എന്ന് എഴുതാം. അതിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സം 11 കിട്ടണം. സം 11 കിട്ടണമെങ്കിൽ 35 into 6 എന്ന് എഴുതിയാൽ മതി. 35 into 6 എന്ന് എഴുതിയാൽ മതി സം 11 കിട്ടാൻ. സോ 5 into 6 ആണ് 30, 5 plus 6 ആണ് 11. സോ നമുക്ക് വൈയുടെ ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടത് 5/30 ഉം 6/30 ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടും പ്ലസ് ആണെങ്കിൽ രണ്ട് സൊല്യൂഷനും മൈനസ് ആ അല്ലെ, അങ്ങനെ ഓർത്ത് വെക്കാം. ഇക്വേഷനിൽ ഈ ഇവിടെ എല്ലാം പ്ലസ് ആണെങ്കിൽ, ഇവിടെ രണ്ടിടത്തും പ്ലസ് ആണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കണ്ട അല്ലെ, രണ്ടും മൈനസ് ആയിരിക്കും. രണ്ടും പ്ലസ് ആണെങ്കിൽ രണ്ടും മൈനസ് ആയിരിക്കും. സോ -1/6 ഉം -1/5 ഉം -1/6 ഉം -1/5 ഉം. നോക്കേ, എക്സിന്റെയും വൈയുടെയും ഓരോ വാല്യൂ ഈക്വൽ ആണ്. എക്സിന്റെയും വൈയുടെയും ഓരോ വാല്യൂ ഈക്വൽ ആണ്. അപ്പം ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഓപ്ഷൻ വരാനാണ് കൂടുതൽ സാധ്യത അല്ലെ. ഇനി ഒന്ന് കമ്പയർ ചെയ്തേ, എക്സിന്റെ ഈ വാല്യൂ കമ്പയർ ചെയ്തേ. എക്സിന്റെ ഈ വാല്യൂ -1/4 ആണ്. ഈ വാല്യൂ വൈയുടെ വാല്യൂ -1/6 ആണ്. -1/4 ആണോ -1/6 ആണോ ചെറുത്? ആദ്യം 1/4 ആണോ 1/6 ആണോ ചെറുത്?
1/6 ചെറുതാ, പക്ഷെ -1/6 -1/4 എടുക്കും -1/4 ആ ചെറുത്. നെഗറ്റീവ് വരുമ്പോ നേരെ ഓപ്പോസിറ്റ് അല്ലെ. 3ആണോ 2ആണോ വലുത്? അത് 3ആ. പക്ഷെ -3ആണോ -2ആണോ വലുത്? -2ആ വലുത്. അതുപോലെ 1/4 ആണോ 1/6 ആണോ വലുത്? 1/4 ആണ് വലുത്. പക്ഷെ -1/4 ആണോ -1/6 ആണോ വലുത്? -1/6 ആണ് വലുത്. അതായത് x less than or equal to y ആണ് correct answer. So answer option D, x less than or equal to y. Second question നോക്കാം. In the following questions, two equations numbered 1 and 2 are given. Same model ആണ്. ക്വസ്റ്റിന്റെ മോഡലിനൊന്നും മാറ്റമില്ല. എപ്പോഴും രണ്ട് ഇക്വേഷൻസ് വരും. ഡേറ്റ കമ്പയർ ചെയ്യണം. എക്സ് ലെസ് ദാൻ വൈ ആണോ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ, എക്സ് ഗ്രീറ്റർ ദാൻ വൈ ആണോ, അത് അങ്ങനെ ഒരു റിലേഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ഡേറ്റ കമ്പയർ ചെയ്യാനായിട്ടാണ് എക്സാമിന് ചോദിക്കുക. സോ ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. ഇക്വേഷൻസ് ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 is equal to 0, ഒന്ന് 4y സ്ക്വയർ പ്ലസ് 24y പ്ലസ് 35 is equal to 0. നോക്കേ, ഇതും രണ്ടും പ്ലസ് ആണ്, സോ മൈനസ് ആൻസർ ആയിരിക്കും വരുന്നത്. അതുപോലെ ഇവിടെയും രണ്ടും പ്ലസ് ആണ്, മൈനസ് ആൻസർ ആയിരിക്കും വരുന്നത്. രണ്ടും പ്ലസ് ആണെങ്കിൽ സൊല്യൂഷൻസ് രണ്ടും മൈനസ് ആയിരിക്കും. രണ്ടും പ്ലസ് ആണെങ്കിൽ സൊല്യൂഷൻസ് രണ്ടും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6നെ നമുക്ക്, കാരണം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒന്നും ഇവിടെ ഇല്ലല്ലോ, അപ്പൊ 6 മാത്രം എടുത്താൽ മതി. 3 into 2 എന്ന് എഴുതാം. സോ 3 + 2 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ, എക്സിന്റെ ഒരു സൊല്യൂഷൻ 3 ആണ്, ഒരു സൊല്യൂഷൻ 2 ആണ്. മറക്കല് രണ്ട് മൈനസ് വാല്യൂസ് എടുക്കാം. -3 -2. കാരണം ക്വസ്റ്റ്യൻസിൽ എല്ലായിടവും പ്ലസ് ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 4y സ്ക്വയർ പ്ലസ് 24y പ്ലസ് 35 is equal to 0. അതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരും? y സ്ക്വയറിന് കോഎഫിഷ്യന്റ് ഉണ്ട്, സോ ഇവിടെ 35 ആണ്. 4 into 35 എടുക്കുക. 4 into 35നെ സ്പ്ലിറ്റ് ചെയ്ത് 24 ആക്കണം. രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ 24 വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാം. 35നെ നമുക്ക് 5 into 7 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് സമ്മാണ് 24 വരുന്നത്? ഫോറിനെ 2 into 2 എന്ന് എഴുതി, 35നെ 5 into 7 എന്ന് എഴുതി. നോക്കിയേ, 2 into 5 10 ആണ്, 2 into 7 14 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. പക്ഷെ 10ഉം 14ഉം എടുത്ത് എഴുതാൻ പറ്റൂ, കാരണം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങിയതാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം അവസാനിപ്പിക്കാനായിട്ട്. സോ 10/4ഉം 14/4ഉം. 10ന്റെ പകുതിയാണെങ്കിൽ 5, സോ ഇത് 2.5 വരും. 14ന്റെ പകുതിയാണെങ്കിൽ 7, സോ 7ന്റെ പകുതി 3.5. -2.5 -3.5. നിങ്ങൾ മൈനസ് എല്ലാം മൈനസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആലോചിക്കണ്ടേ? പ്ലസിന്റെ വെച്ചിട്ട് ആലോചിച്ചിട്ട് നേരെ തിരിച്ചെഴുതിയാൽ മതി. പ്ലസിന്റെ വെച്ച് ആലോചിച്ചിട്ട് നേരെ തിരിച്ചെഴുതിയാൽ മതി. അതായത് 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ 2.5 ഉണ്ട്, 3.5 ഉണ്ട് അല്ലെ. 2 ഉണ്ട്, 2.5 ഉണ്ട്, 3 ഉണ്ട്, 3.5 ഉണ്ട്. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3ഉം 2 ആണെങ്കിൽ മറ്റേത് എന്റെ എങ്ങനെ വരും? ടൂവും 3ഉം ആണ് എക്സിന്റെ വാല്യൂ എങ്കിൽ 2.5ഉം 3.5ഉം ആണ് വൈയുടെ വാല്യൂ. സോ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ, ഒരു ഫിഗറിനകത്ത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തു വരുവാണെങ്കിൽ എക്സ് ആണോ വൈ ആണോ, ഏതാ ചെറുത് ഏതാ വലുത് എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് നോട്ട് ബി ഡിറ്റർമിൻഡ് ആണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, ചിലപ്പോൾ മൈനസ് ഇട്ട് തന്നെ പറഞ്ഞു തരണം ഉണ്ടെങ്കിൽ മൈനസ് ഇട്ട് പറഞ്ഞുതരാം. മൈനസ് ഇട്ട് പറയുമ്പോ എങ്ങനെ വരും? -2 -3 എങ്ങനെയാ വരുന്നത്? ഇത് -2
ഇത് -3, ഇത് -3.5, ഇത് -2.5 അല്ലെ. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2.5ഉം -3.5ഉം ആണ്. ക്ലിയർ ആണോ? ഇനി നോക്കി, ഇത് ഓവർലാപ്പിംഗ് തന്നെയല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഏതാ വലുത് ഏതാ ചെറുതെന്ന് പറയാൻ പറ്റുമോ? സോ -3 വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറുതാണെന്ന്. പക്ഷെ -3.5 നോക്കുമ്പോഴത്തേക്കും വലുതായിട്ട് കാണും അല്ലെ. രണ്ട് രീതിയിലല്ലേ കാണാം. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയോ? -3.5 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാ. -2.5 എന്ന് പറയുന്നത് -3യേക്കാളും വലുതുമാണ്. അപ്പൊ ഒരു വാല്യൂ നോക്കുമ്പോൾ ചെറുതാണ്, ഒരു വാല്യൂ നോക്കുമ്പോൾ വലുതാണ് അല്ലെ. ഇതിനെ വെച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വാല്യൂ വൈയുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് ചെറുതാണ്, പക്ഷെ വൈയുടെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പൊ ചെറുതാണോ വലുതാണോ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ടാണ് കനോട്ട് ബി ഡിറ്റർമിനന്റ് വരുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമിനന്റ് ആണ്. ഈ ഓവർലാപ്പിംഗ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ SSC, RRB ബാങ്ക് ഇതുപോലുള്ള എക്സാമുകൾ, ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഓൺലൈൻ കോഴ്സസ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ, സ്ലൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലം അല്ലെങ്കിൽ കൊട്ടാരക്കര അല്ലെങ്കിൽ തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഇതിനടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കാഡമീസിൽ വന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അക്കാഡമീസിൽ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SSCയുടെ ആയാലും RRBയുടെ ആയാലും ബാങ്കിന്റെ ആയാലും ഒക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ, കോൺടാക്ട് നമ്പറിൽ, സ്ലൈഡിൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following questions, two equations numbered 1 and 2 are given. Question ഒന്ന് വായിക്കണ്ടല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ചോദിക്കും. ഈ 5 ക്വസ്റ്റ്യൻ ആദ്യം കിട്ടുന്ന വായിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വേഗം എക്സ് കണ്ടുപിടിക്കുക, വൈ കണ്ടുപിടിക്കുക, കമ്പയർ ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കി. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സ് ലെസ് ദാൻ വൈ ആണോ ഗ്രേറ്റർ ദാൻ വൈ ആണോ എന്ന് ചെക്ക് ചെയ്യുക. So 9x square minus 37x plus 30 is equal to 0 അല്ലെ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 9x square minus 37x plus 30. ജനറൽ ഫോം അല്ലേ അല്ലെ. ജനറൽ ഫോമല്ല ഇക്വേഷൻ. ax square minus bx plus c is equal to 0. ജനറൽ ഫോമിലാണ് ഇക്വേഷൻ എങ്കിൽ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസും കോൺസ്റ്റന്റ് പ്ലസും, അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പ്ലസ് വാല്യൂ ആയിരിക്കും. അപ്പൊ ജനറൽ ഫോം ആണ് ഇക്വേഷൻ, സോ ആൻസർ പ്ലസ് ആയിരിക്കും. സോ 9 into 30യിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ് ഉണ്ട്, കോൺസ്റ്റന്റും കൂടെ ചേർത്തെടുത്തു. 9 into 30 നമ്മുടെ റൂൾ അനുസരിച്ച് പറയുന്നത് ഇങ്ങനെ, ഇവിടെ പ്ലസ് ആണെങ്കിൽ രണ്ടും സെയിം സൈൻ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് അത് രണ്ടും പ്ലസ് ആണ്, മൈനസ് ആയതുകൊണ്ട് അത് രണ്ടും പ്ലസ് ആണ്. അങ്ങനെയാണ് റൂൾ അനുസരിച്ച് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ 3 into 3 ആണ് 9, 9 into 3 27, 27 into 10 എന്ന് എഴുതാം അല്ലെ. കാരണം 27 plus 10 ആണല്ലോ 37, നമുക്ക് 37 ആണല്ലോ വേണ്ട നമ്പർ. സോ 9 into 3 ഇങ്ങനെ എഴുതിയാലും മതി. 9 into 3 27, 27 into 10. അപ്പൊ 27 into 10 ആണ് നമുക്ക് ആ നമ്പേഴ്സ് വരുന്നത്, 27 ഉം 10 ഉം. ഇനി 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 27 by 9 എന്ന് പറയുമ്പോൾ 3 വരും,
10/9 എന്ന് പറയും 1.11 വരും. സോ രണ്ട് വാല്യൂസും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇനി ഇവിടെ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 3 ഉണ്ട് 30 ഉണ്ട്. 3 into 30 നമുക്ക് 19 കിട്ടുന്ന രീതി അറേഞ്ച് ചെയ്യണം. 3 into 30 നമുക്ക് 19 കിട്ടുന്ന രീതി അറേഞ്ച് ചെയ്യണം. ഒന്ന് അറേഞ്ച് ചെയ്തേ. 3 into 30 നമ്മൾ 19 കിട്ടുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തേ. 3 into 3 9 ആണ്, into 10 ആണ് അല്ലെ. 9 ഉം 10 ഉം ആഡ് ചെയ്യുമ്പോൾ 19 അല്ലേ. സോ 9 ഉം 10 ഉം ആൻസർ എഴുതാൻ പറ്റുമോ? നമ്മൾ എന്ത് ചെയ്യണം? y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യണം. സോ 9/3 ഉം 10/3, 9/3 ഉം 10/3. സോ 3.33. രണ്ടും പ്ലസ് വാല്യൂസ് ആണ്. ജനറൽ ഫോമിൽ ആയതുകൊണ്ട് തന്നെ രണ്ടും പ്ലസ് വാല്യൂസ് ആണ്. ഒന്ന് 3 ഉം 3.33 ആണെങ്കിൽ ഒന്ന് 3 ഉം 1.11. നോക്കുമ്പോൾ രണ്ട് വാല്യൂ ഈക്വൽ ആണ്, പക്ഷെ എന്നാലും വൈയുടെ വാല്യൂ ആണ് കൂടുതൽ അല്ലെ. എക്സിന്റെ വാല്യൂ 3 ഉം 1.11 ഉം, വൈയുടെ വാല്യൂ ആണെങ്കിലോ 3 ഉം 3.33. അപ്പൊ വൈയുടെ വാല്യൂ കൂടുതലും ആണ്, എന്നാൽ വൈയുടെ ഒരു വാല്യൂ എക്സിന് ഈക്വലും ആണ്. സോ എന്താ എഴുതാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആണ് കറക്റ്റ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ, ചെയ്ത് നോക്കാവോ? ഇത് ദൂരെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ചിലപ്പോൾ റിലേഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആയിരിക്കും, ചിലപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയിരിക്കും. പാറ്റേൺ മനസ്സിലായല്ലോ? അതുപോലെ തന്നെ രണ്ട് പ്ലസ് ആണെങ്കിൽ കിട്ടുന്ന ആൻസർ മൈനസ് ഇടുക. മൈനസ് പ്ലസ് ഓർഡറിലാണെങ്കിൽ രണ്ട് പ്ലസ് ആയിരിക്കും. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടും മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും? അതായത് എ സ്ക്വയർ മൈനസ് സംതിങ് മൈനസ്, അങ്ങനെയാണെങ്കിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് സൈൻ ആയിരിക്കും. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. മറ്റേടത്ത് മൈനസ് ഒന്നുകൊണ്ട് പ്ലസ് പോസിറ്റീവും വലിയ നമ്പറും നെഗറ്റീവ് ചെറിയ നമ്പറും. പഠിപ്പിച്ചല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പഠിപ്പിച്ചല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ജനറൽ ഫോം തന്നെ ചോദിച്ചിരിക്കുന്നത്. ജനറൽ ഫോം ആ ചോദിച്ചിരിക്കുന്നത്. Two x square minus 17x plus 36 is equal to 0. 5y square minus 33y plus 40 is equal to 0. First step എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പാറ്റേൺ പോലെ അങ്ങ് ചെയ്താൽ മതി. കൂടുതൽ ആലോചിക്കാനോ ഒന്നുമില്ല. എന്താ നമ്മൾ ചെയ്യുന്ന? ഈ 2 36 കൂടെ അങ്ങോട്ട് എടുക്കും അല്ലെ. 2 into 36 അങ്ങോട്ട് എഴുതി വെച്ചിട്ട് മാക്സിമം സ്പ്ലിറ്റ് ചെയ്യും. കാരണം എന്നാലേ നമുക്ക് ആ 17 ഒപ്പിച്ചെടുക്കാൻ പറ്റും. അതിന്റെ കുറെ സെറ്റ് ആഡ് ചെയ്ത് 17 കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ 2 into 36 എന്ന് പറഞ്ഞാൽ 12 into 3 ആണ്. 12 into 3 എന്ന് പറഞ്ഞാൽ 4 into 3 12 into 3 ആണ് 36. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 17 വേണം. ഇത് 8 ആണ്, ഇത് 9 ആണ്. 9 ഉം 8 ഉം കൂടെ ആഡ് ചെയ്താൽ 17 ആണ്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. 9 ഉം 8 ഉം കൂടെ ആഡ് ചെയ്യും. ഇവിടെ മൈനസ് വരുമ്പോഴാണ് സബ്ട്രാക്ഷൻ നോക്കേണ്ടത്. അതുവരെ നമുക്ക് അഡിഷൻ മാത്രം നോക്കിയാൽ മതി. സോ 8 ഉം 9 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടും. സോ 8നെയും 9നെയും ചൂസ് ചെയ്തു. പക്ഷേ ഫൈനലൈസ് ചെയ്യണമെങ്കിൽ ബൈ 2 ചെയ്യണം. സോ 8/2 4 9/2 4.5 ആണ് എക്സിന്റെ വാല്യൂസ്. രണ്ട് പ്ലസ് ആണ്. കാര്യം എന്താ? ജനറൽ ഫോം ആണ് കിടക്കുന്നത് അല്ലെ. മൈനസ് പ്ലസ് ആ ഒരു ഓർഡറിലാണ് കിടക്കുന്നത്. ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണ്. ജനറൽ ഫോം ആണ്. സോ പോസിറ്റീവ് ആണ്. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ആ കോൺസ്റ്റന്റും കൂടെ എടുത്തു. 5 into 40. ഇനി എന്ത് ചെയ്യും? 33 ആണ് നമുക്ക് വേണ്ടത്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 5 into 2 into 2 into 2 into 5 എന്ന് എഴുതാം. കാരണം 5 2 into 2 4, ബാക്കി ഒരു 10 ഉണ്ടല്ലോ, ആ 10ന് 2 into 5 എന്ന് എഴുതും. ഓക്കെ, ഇനി ആഡ് ചെയ്യുമ്പോൾ 33 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ 33 കിട്ടണം. നോക്കി 2 into 2 into 2 എന്ന് പറഞ്ഞാൽ 8 അല്ലേ. 5 into 5 എന്ന് പറഞ്ഞാൽ 25 അല്ലേ. 25 ഉം 8 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ 33. ഇത് 8 ആണ്, ബാക്കി 25 ആണ്. 25 ഉം 8 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 33 കിട്ടും. സോ 25നെയും 8നെയും ചൂസ് ചെയ്തു. ഇതിനെയാ 25നെയും 8നെയും ചൂസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എവിടെ അവസാനിപ്പിക്കേണ്ടത്? എങ്ങനെയാ?
5 മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങിയതാണ് 5 ഡിവൈഡ് ചെയ്ത് തന്നെ അവസാനിപ്പിക്കണം. സോ വൈയുടെ വാല്യൂ കറക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ ഇവിടെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈൻ ചേഞ്ച് ഒന്നുമില്ല, 2 പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ 2 പ്ലസ്. 25/5 5 വന്നു, 8/5 എത്ര വരും? 1.6. അപ്പൊ ഇനി ഇതിൽ ഏതാ വലുത് ഏതാ ചെറുത്, റിലേഷൻ കനോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ് ആണോ എല്ലാം നോക്കണം അല്ലെ. ഒന്ന് നോക്കി എന്ത് വരുന്നു. പറയാവോ എന്ത് കിട്ടി? cannot be determined കിട്ടിയോ? cannot be determined കിട്ടിയോ? ഓവർലാപ്പ് ചെയ്യത്തില്ലേ? റിലേഷൻ പറയാൻ പറ്റുമോ? എങ്ങനെ മനസ്സിലാക്കുന്ന ഇത്? നിങ്ങളൊരു നമ്പർ ലൈൻ വരച്ച് നോക്കുക. എക്സിന്റെ വാല്യൂസ് ഒന്ന് 4 ആണെങ്കിൽ ഒന്ന് 4.5. വൈയുടെ വാല്യൂ നോക്കുമ്പോൾ അടുത്തത് 5 ഓക്കെ, വൈ വലുതാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. 4നേക്കാളും 4.5നേക്കാളും വലുതാണ് വൈ അല്ലെ. എക്സിന്റെ വാല്യൂസ് ആയ 4നേക്കാളും 4.5നേക്കാൾ വലുതാണ് വൈ. പക്ഷേ വൈയുടെ ഒരു വാല്യൂ നോക്കിയേ 1.6 ഉള്ളൂ, വളരെ ചെറുതാ. അത് എക്സിനേക്കാൾ ചെറുതാ. അപ്പൊ വലുതാണോ ചെറുതാണോ? വലുതാണോ എന്ന് ചോദിച്ചാൽ ഒരെണ്ണം വലുതാ, ഒരെണ്ണം ചെറുതാ. അപ്പൊ വലുതാണോ ചെറുതാന്ന് പറയാൻ പറ്റില്ല അല്ലെ. കണ്ടോ, ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? വരച്ചു നോക്കിയാൽ മതി. വൈ എക്സും കൂടി ഇങ്ങനെ വരച്ചു നോക്കുമ്പോൾ എക്സിന് 2 വാല്യൂസ്, ഇത് 2, വൈക്ക് 2 വാല്യൂസ്. ഓവർലാപ്പ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ റിലേഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ്. റിലേഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. ഇതൊന്ന് സോൾവ് ചെയ്തേ. x square minus 23x plus 11 is equal to 0. 21y square minus 20y plus 4 is equal to 0. രണ്ട് equations ഉണ്ട്, സോൾവ് ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 12, കോൺസ്റ്റന്റ് 11, y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 21, കോൺസ്റ്റന്റ് 4. എങ്ങനെയാ ചെയ്ത് തുടങ്ങുന്നത്? എക്സ് ആദ്യം കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റും വെച്ച് 12 into 11 എഴുതിയിട്ട് സം എന്ത് കിട്ടണം? 23. ജനറൽ ഫോം ആണ്, ഒരു മാറ്റമില്ല, കിട്ടുന്ന ആൻസർ എല്ലാം പ്ലസ് ആണ്. സോ 12 into 11 നമുക്ക് 23 സം കിട്ടണമെങ്കിൽ എങ്ങനെ എഴുതാം? 12 plus 11 പോരെ, കറക്റ്റ് അല്ലേ? 12 plus 11 23 അല്ലേ? സോ 12 plus 11 എടുക്കാം. സോ 12ഉം 11ഉം തന്നെയാണ് നമ്പേഴ്സ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായതുകൊണ്ട് എൻഡ് ചെയ്യുമ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 1ഉം 11/12 പോയിന്റ് സംതിങ് വരും അല്ലെ. നമുക്ക് അടുത്തതും കൂടെ നോക്കാം. എക്സിന്റെ വാല്യൂസ് നമുക്ക് ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. വൈയുടെ വാല്യൂസ് നോക്കാം. ഇത്ര ഓക്കെ ആണല്ലോ, പ്ലസ് വാല്യൂ തന്നെയാണ്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്ത് 21ഉം എടുക്കണം, 4ഉം എടുക്കണം. 21 plus 4 20 അല്ലല്ലോ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്തേ പറ്റൂ. 3 into 7 ആണ് 21. അതുപോലെ 2 into 2 ആണ് 4. 7 into 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 7 into 2 എന്ന് പറഞ്ഞാൽ 14 ആണ്. 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. So y is equal to എന്ത് വരും? 14/21 ഉം 6/21. 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2/3. ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2/7. 2/3 ഉം 2/7. ഇങ്ങനെയാണോ കിട്ടിയത്? ഇനി 11/12 നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 0.9 എഴുതാം അല്ലെ. അതുപോലെ 2/3 എന്ന് പറഞ്ഞാൽ 0.6 വരും. 2/7 എന്ന് പറയുമ്പോൾ 0.2 സംതിങ് വരും. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അപ്രോക്സിമേഷൻ മതി.
അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.9 ഉം 1 ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.9 ഉം 1 ആണ് എക്സിന്റെ വാല്യൂ. 0.2 ഉം 6 ഉം 0.2 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുതാണ്, കുറച്ചുകൂടെ വലുതാണ് 0.6. ഇതാണ് വൈയുടെ വാല്യൂസ്. അപ്പൊ എന്ത് വന്നു? y ലെസ് ദാൻ എക്സ് എന്ന് വരും അല്ലെ. y ലെസ് ദാൻ എക്സ് അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ y. സോ ആൻസർ ഓപ്ഷൻ എ, എക്സ് ഗ്രേറ്റർ ദാൻ y. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 12x പ്ലസ് 35 ഈസ് ഈക്വൽ ടു 0. 7y സ്ക്വയർ പ്ലസ് 32y പ്ലസ് 16 ഈസ് ഈക്വൽ ടു 0. എങ്ങനെ എഴുതാം? ഇവിടെ 1, ഇവിടെ 35, 7 into 5 എന്ന് എഴുതാം. 7 plus 5 12 ആണ്. സോ -7 ഉം -5 ആണ് എക്സിന്റെ വാല്യൂ. അതുപോലെ ഇവിടെ 7 into 16 ആണ്. 7 into 4 into 4 എന്ന് എഴുതാം. 7 into 4 28, 28 plus 4 32. സോ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാനുണ്ട്. 28/7 ഉം 4/7. സോ 4/7 എന്ന് പറയുമ്പോൾ 0.5 സംതിങ് വരും. രണ്ടും മൈനസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, ഒന്ന് 0.5 സംതിങ്ങേ ഉള്ളൂ, അതിനേക്കാളും 4, then 5, then 7. സോ -5 ഉം -7 ഉം ആണ് നമ്മുടെ എക്സ്. -5 ഉം -7 ആണ് എക്സ്. -4 ഉം -0.5 ഉം ആണ് y. സോ എക്സ് ലെസ് ദാൻ y വരും. എക്സ് ലെസ് ദാൻ. ഓപ്ഷൻ സി കിട്ടിയോ? സ്പീഡ് കൂടിപ്പോയോ? മനസ്സിലായോ നിങ്ങൾക്ക്? എക്സ് ലെസ് ദാൻ y കിട്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. (25x square plus 20x plus 3) മൈനസ് വാല്യൂ ആയിട്ട് ആൻസർ കിട്ടുന്ന രണ്ടെണ്ണം. 4y square plus 11y plus 6 is equal to 0. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. എങ്ങനെയാ ചെയ്യുന്നത്? 25 into 3 ഇങ്ങോട്ട് മാറ്റിയെടുക്കണം അല്ലെ. 25 into 3 അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സം എന്ത് കിട്ടണം? 20 കിട്ടണം. സോ 5 into 5 25 into 3. സം 25 20 കിട്ടണമെങ്കിൽ ഇത് 15 ഉം 5 ഉം 20 അല്ലെ. സോ ഒരു വാല്യൂ 15 ആണെങ്കിൽ ഒരു വാല്യൂ 5 ആണ്. സോ ബൈ 25 ചെയ്യണം. ബൈ 25 മൾട്ടിപ്ലൈ ചെയ്താൽ തുടങ്ങി. കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്താണ് തുടങ്ങുന്നതെങ്കിൽ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇത് 3/5 വരും, ഇത് 1/5 വരും. 3/5 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. 1/5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.2 വരും അല്ലെ. രണ്ട് മൈനസ് ആണെങ്കിൽ രണ്ടും മൈനസ് ആണ്. -0.6 ഉം -0.2. -0.6 ഉം -0.2. അതുപോലെ സെക്കൻഡ് y ഒന്ന് കണ്ടുപിടിച്ചേ. y കണ്ടുപിടിക്കാനായിട്ട് 4 into 6 എന്ന് എഴുതി. 2 into 2 4 ആണ്. 3 into 2 6 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 8 ഉം 3. 8 plus 3 ആണ് 11. സോ 8 എഴുതി, 3 എഴുതി. പക്ഷെ കഴിഞ്ഞില്ല. ബൈ 4 ചെയ്യാൻ മറക്കല്ല. ബൈ 4 ചെയ്യുമ്പോൾ 8/4 എന്ന് പറയുമ്പോൾ 2 വരും. 3/4 എന്ന് പറയുമ്പോൾ 0.7 മൈനസ് കൊടുക്കും. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ 0.2, അതിനേക്കാൾ വലുതാണ് 0.6, അതിനേക്കാൾ വലുതാണ് 0.75. മൈനസ് ആയതുകൊണ്ട് ചെറുതെന്ന് വരയ്ക്കുന്നത്. അതായത് -2 -75 വളരെ ചെറുതാണ്. അതായത് y. എന്നാൽ എക്സ് വലുതാണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ y ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ ഈ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതായത് 4ഉം 3ഉം എടുക്കുമ്പോൾ 4ആണ് വലുതെങ്കിൽ 4/2 3/2 എടുക്കുമ്പോഴും 4/2 തന്നെ ആയിരിക്കത്തില്ലേ വലുത്. അതുകൊണ്ട് ഡിവിഷൻ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കും. കറക്റ്റ് എക്സ് വാല്യൂ കണ്ടുപിടിക്കാതെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ 3 into 6 എടുത്തു, 3 into 6 എടുത്തു, 11 ആക്കണം. സോ 3 into 2 into 3 എന്ന് എഴുതി. സോ 9ഉം 2, 9 plus 2, 9 plus 2 അല്ലേ 11. സോ ഇതവിടെ കിടക്കട്ടെ. -9ഉം -2 കൊടുക്കുക. എന്തുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാത്ത? അടുത്ത ക്വസ്റ്റിനും അതുപോലെ വന്നിരിക്കുന്നത് അല്ലെ. അവിടെയും 3 കൊണ്ട് രണ്ടിടത്തും ഒരുപോലെ ചെയ്ത് സമയം കളയണ്ടല്ലോ. സോ 3 into 8 എന്ന് എഴുതി, 3 into 8 എന്ന് എഴുതി, 8നെ 2 into 2 into 2. സം 10 കിട്ടണം. സോ ഇത് 6 ആണ്, ഇത് 4 ആണ്. അപ്പൊ 6 plus 4 എന്ത് വരണം? 10 വരണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 6 ഉണ്ട് 4 ഉണ്ട്, വീണ്ടും by 3 ചെയ്യേണ്ട. കാരണം രണ്ടിനെ കമ്പയർ ചെയ്യാൻ രണ്ടിടത്തും ഒരുപോലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള കേസ് ആയിരുന്നു. അത് രണ്ടിടത്തും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി കമ്പയർ ചെയ്യാം. -2, -4, -6, -9. കുറച്ച് വാല്യൂസ് നോക്കുമ്പോൾ അങ്ങേയറ്റം ഇങ്ങേയറ്റം നിൽക്കുക, കുറച്ച് വാല്യൂ നോക്കുമ്പോൾ മിഡിൽ നിൽക്കുക. അതായത് ഇത് നോക്കുമ്പോൾ ചെറുതാ, പക്ഷെ ഇത് നോക്കുമ്പോൾ എല്ലാത്തിനേക്കാളും വലുതാ. അതുകൊണ്ട് ഒരു റിലേഷൻ പറയാൻ പറ്റുന്നുണ്ടോ? റിലേഷൻ cannot be established. നമുക്ക് റിലേഷൻഷിപ്പ് പറയാൻ എക്സും വൈയും തമ്മിൽ റിലേഷൻ പറയാനായിട്ട് പറ്റില്ല. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാലും കുറെ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പതുക്കെ PYQ സെക്ഷൻസിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിലും ഒക്കെ നമുക്കിത് റിവൈസ് ചെയ്യാം. ചാപ്റ്റർ ബേസ് ഞാനിത് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.